2026 100-ലധികം സീറ്റ് നേടി UDF അധികാരത്തിൽ വരുമ്പോൾ ഇടുക്കി UDFന്റെ കോട്ടയാണെന്ന് തെളിയിച്ചുകൊണ്ട് 5 സീറ്റുകളിലും വിജയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പിണറായി വിജയൻ ഗവൺമെന്റിനെ പോലെയല്ല, UDF ഗവൺമെന്റ് അധികാരത്തിൽ എത്തിയാൽ സമസ്ത മേഖലകളിലും പുതിയ പദ്ധതികൾ നടപ്പിലാക്കും. സ്ത്രീകളുടെ ക്ഷേമ പദ്ധതികൾക്ക് മുൻതൂക്കം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൂക്കുപാലത്ത് UDF സ്ഥാനാർത്ഥികളുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VD സതീശൻ. അതുപോലെ കുടുംബശ്രീ നമ്മൾ നവീകരിക്കും. എന്താ നവീകരിക്കുമ്പോൾ ലക്ഷ്യമാക്കുന്നത്? നിങ്ങൾ സ്ത്രീകളോട് പോയി പറയൂ, അവരെ സാമ്പത്തികമായി സ്വയം പര്യാപ്തരാക്കും. പുരുഷന്മാരെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ 57 പദ്ധതികൾ സ്ത്രീകൾക്കായി കൊണ്ടുവരികയാണ് UDF. 13% ഫണ്ട് പ്രത്യേക ഘടക പദ്ധതിയായി സ്ത്രീകൾക്ക് കൊടുക്കുകയാണ്. ലോക്കൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് അടക്കം, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയടക്കം ഉള്ള നിരവധി പദ്ധതികൾ പുതിയ മാനം അധികാര വികേന്ദ്രീകരണത്തിൽ നൽകിക്കൊണ്ട് ഒരു വശത്ത് നമ്മൾ വ്യക്തികൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുമ്പോൾ അതിനെല്ലാം ബദൽ പദ്ധതികളുമായി UDF വരും കേരളത്തെ രക്ഷിക്കാൻ. ഞാൻ അവസാനിപ്പിക്കുന്നു. 2026 100-ലധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ഈ ഇടുക്കി ജില്ലയിൽ UDFന്റെ ഉരുക്കുകോട്ടയാണ് എന്ന് തെളിയിച്ചുകൊണ്ട് 5 MLAമാർ UDF ഈ ജില്ലയിൽ ഉണ്ടാകണം. അതിനുള്ള ഇന്ധനമാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിലൂടെ നൽകേണ്ടത്. എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിലെ പുതിയ ഡിവിഷനായ ചപ്പാത്തിൽ വിജയിക്കാൻ ശക്തരായ വനിതകൾ രംഗത്ത്. പഞ്ചായത്ത് അംഗത്തെ UDF രംഗത്തിറക്കിയപ്പോൾ ശക്തരായ കന്നിക്കാരെയാണ് LDFും NDAയും അംഗത്തട്ടിലിറക്കിയിരിക്കുന്നത്. 7 വാർഡുള്ള ഡിവിഷനിൽ 3 വാർഡ് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലും 4 വാർഡുകൾ ഉപ്പുതറ പഞ്ചായത്തിലുമാണ്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിലെ ചപ്പാത്ത് ഡിവിഷൻ 2 പഞ്ചായത്തിൽ ഉൾപ്പെട്ടാണ് കിടക്കുന്നത്. ഉപ്പുതര പഞ്ചായത്തിൽ 4 വാർഡും അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ 3 വാർഡുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി 2 തവണ ഉപ്പുതര പഞ്ചായത്തിലെ 15ാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഓമന സോദരനാണ്. ചപ്പാത്ത് ഡിവിഷനിൽ നിന്നും വിജയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തഴക്കവും പഴക്കവുമുള്ള ശക്തമായ സ്ഥാനാർത്ഥിയെ UDF രംഗത്തിറക്കിയത്. എന്ത് വില കൊടുത്തും വിജയിക്കുക മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്. 7 വാർഡിലൂടെ പോയപ്പോൾ നല്ലൊരു പ്രതികരണമാണ് എനിക്ക് ലഭിച്ചത്. കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. എല്ലാ കുടുംബാംഗങ്ങളും എപ്പോഴും നല്ല ഒരു സ്വീകരണം തന്നു തന്നെയാണ് എന്നെ ഓരോ വാർഡിലേക്കും അറിയിക്കുകയും അതോടൊപ്പം ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നത്. എനിക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും വിജയിച്ചു വന്നു കഴിഞ്ഞാൽ എന്നാൽ കഴിയുന്ന വിധം നമുക്ക് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ കുടുംബാംഗങ്ങളിൽ എത്തിക്കുമെന്ന് ഞാൻ ഉറപ്പു തരികയാണ്. അയ്യപ്പൻകോവിൽ സീരിയസ് അംഗമായി വർഷങ്ങളായി പ്രവർത്തിച്ചതിന്റെ പരിചയസമ്പത്തുമായാണ് LDF സ്ഥാനാർത്ഥി രംഗത്തിറങ്ങിയത്. പൊതുപ്രവർത്തകയായ അശ്വതി പ്രസാദാണ് LDFിന് വേണ്ടി അംഗം കുറിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ തനിക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയാണ് അശ്വതിക്കുള്ളത്. പോരാട്ട വീര്യം വാനോളം ഉയർത്തിയാണ് അശ്വതി പ്രസാദ് മുന്നേറുന്നത്. എല്ലാ സാരഥികളെയും വോട്ട് ചെയ്ത് വിജയിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും താഴേക്കിടയിലുള്ള ജനങ്ങൾക്ക് റോഡ്, കുടിവെള്ളം, വീടുകൾ, ലൈഫിൻ്റെ വീടുകൾ ഇങ്ങനെയുള്ള ഇതര പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാരിനെ തുടർ ഭരണത്തിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. 100% വിജയസാധ്യതയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം എല്ലാ ജനങ്ങളും വളരെ സപ്പോർട്ടീവാണ്. ഇരു മുന്നണികളെയും തറപറ്റിച്ച് വിജയിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് പ്രസന്ന PGയും രംഗത്തിറങ്ങിയിരിക്കുന്നത്. മാറി മാറി വന്ന ഇരു മുന്നണികളിൽ നിന്നും ജയിച്ചു വന്നവർ നാടിനെ മറന്നു. വികസനം ഇനി അകലെയാണ്. താൻ വിജയിച്ചാൽ എല്ലാ വികസനവും എത്തിക്കാൻ ശ്രമിക്കും. നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ചപ്പാത്ത് വാർഡിൽ ഉണ്ടാകേണ്ടത്. അതിനായി തന്റെ കഴിവ് പൂർണ്ണമായും വിനിയോഗിക്കുമെന്നും പ്രസന്ന PG പറഞ്ഞു. അവസ്ഥയിൽ കിടക്കുന്ന കണ്ടു. 10-30 വർഷമായ വീടുകൾ അന്ന് തൊട്ടേ ആ രീതിയിൽ തന്നെ നിൽക്കുന്ന വീടുകൾക്ക് ഇന്നും ഒരു മാറ്റമില്ലാതെ നിൽക്കുന്നു. ആ വീടുകളുടെ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനയിൽപ്പെടുത്തി എല്ലാവർക്കും വീടുകൾ എന്ന പദ്ധതി, എല്ലാവർക്കും കുടിവെള്ളം എന്ന പദ്ധതി, റോഡുകളുടെ പദ്ധതികൾ ഇതെല്ലാം നടപ്പിലാക്കുന്നതാണ്. നിങ്ങൾ കണ്ണ് തുറന്ന് കാണുക. ഇതെല്ലാം കണ്ണടച്ച് കേൾക്കുകയും കണ്ണ് തുറന്ന് കാണുകയും ചെയ്യുക. ആരാണ് വിജയിച്ചു വന്നാൽ നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്തുക, നിങ്ങളുടെ വികസനത്തിന് നിങ്ങൾക്ക് വേണ്ടി സഹായമാകുക എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് പ്രവർത്തിക്കുക. NDA സ്ഥാനാർത്ഥി രംഗത്തിറങ്ങിയതോടെയാണ് തീപ്പാറുന്ന പോരാട്ടത്തിന് ചപ്പാത്ത് ഡിവിഷൻ വേദിയായത്. ആർക്ക് വിജയമെന്ന് വോട്ടർമാർ ഇനിയും മനസ്സ് തുറന്നിട്ടില്ല.